ഭർത്താവിൻ്റെ ശൗര്യത്തിൽ അഭിമാനം കൊള്ളുന്നത് ഒരു കാര്യം, ഭർത്താവിനോടൊപ്പം സുഖമായി കഴിയുന്നത് മറ്റൊരു കാര്യം. ഭർത്താവിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് പോകുന്നത് കുറെ കൂടി സങ്കീർണമായ ഒരു കാര്യം. ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതുതന്നെയാണ്. വിവാഹ ചടങ്ങുകൾ അവസാനിച്ച ശേഷം എൻ്റെ യഥാർത്ഥ ദാമ്പത്യ ജീവിതം ആരംഭിക്കുകയായി. 5 ഭർത്താക്കന്മാരെ വിവാഹം ചെയ്യുക എളുപ്പമാണ്, എന്നാൽ അവരോടൊപ്പം ദാമ്പത്യ ജീവിതം നയിക്കുക എന്നത് സങ്കീർണമാണ്. കഴിഞ്ഞ കാലത്തെ ധർമ്മരക്ഷയ്ക്ക് വേണ്ടി ആരെങ്കിലും 7 ഭർത്താക്കന്മാരെയോ 11 ഭർത്താക്കന്മാരെയോ വരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഇക്കാലത്ത് ആര്യാവർത്തത്തിലെങ്ങും ഞാനൊഴികെ ഒരു സ്ത്രീയും ഒന്നിലേറെ ഭർത്താക്കന്മാരെ വരിച്ചു കാണുകയില്ല. അക്കാരണത്താൽ ഇന്ന് ആര്യാവർത്തം മുഴുവൻ വിസ്മയത്തോടും കൗതൂഹലത്തോടും എൻ്റെ ദാമ്പത്യത്തിൻ്റെ പ്രഹസനം കാണുവാൻ കാത്തിരിക്കുകയാണ്. ഒടുവിൽ എൻ്റെ ജീവിതവും ഇതുപോലെ തന്നെ പ്രഹസനമായി തീരുകയും ഏതോ നിമിഷത്തിൽ എല്ലാവരുടെയും ആഗ്രഹം അംഗീകരിക്കുകയും അങ്ങനത്തെ ഒരു തീരുമാനം ഉചിതമായിരുന്നു എന്ന് തോന്നുകയും, എന്നാൽ ഇത്ര വമ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ് ഞാൻ ഏറ്റെടുക്കുന്നതെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. 5 പുരുഷന്മാരുടെ ആഗ്രഹങ്ങൾ, അഭിരുചികൾ, പ്രതീക്ഷകൾ, വ്യക്തിത്വങ്ങൾ എല്ലാം പരസ്പര ഭിന്നമായിരിക്കുമെന്ന് അപ്പോൾ ഞാൻ ആലോചിച്ചില്ല. ഇപ്പോൾ അതെല്ലാം ആലോചിച്ച് നിസ്സഹായത അനുഭവപ്പെടുന്നു. രാത്രിയിൽ ഒരു യാമം ഒരു ഭർത്താവിന് വേണ്ടി സമർപ്പിച്ചാൽ ഒരു ഭർത്താവിൻ്റെ രാത്രി വ്യർത്ഥമാകും. ഞാൻ രാത്രി എങ്ങനെ വിഭജിക്കും, അഥവാ എന്നെ സ്വയം എങ്ങനെ വിഭജിക്കും? ഇന്നെന്നെ ദാമ്പത്യത്തിൻ്റെ തുടക്കമാണ്. അതിരാവിലെ ശുദ്ധസ്നാനം കഴിഞ്ഞ് നവവധുവിൻ്റെ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി ഞാൻ അമ്മ കുന്തിയെ പ്രണമിച്ചു. അമ്മ ആശീർവദിച്ചു. കൃഷ്ണേ, ഈശ്വരൻ നിനക്ക് സുഖം നൽകട്ടെ. എനിക്ക് മകളില്ലാത്ത കുറവ് നീ പൂർത്തിയാക്കിയിരിക്കുന്നു. നീ ഭർത്താക്കന്മാർക്ക് സർവാത്മനാ സുഖം പ്രദാനം ചെയ്യും. അവരുടെ പാദപത്മങ്ങളിൽ ശ്രദ്ധ ചെലുത്തി അതിഥികളെ ഈശ്വരതുല്യം സേവിക്കുക. നിന്നെപ്പോലെ വിദൂഷിയായ ഒരു പുത്രവധുവിനെ ലഭിച്ചതിൽ ഞാൻ ധന്യയാ. അമ്മയുടെ ആശീർവാദം വാങ്ങി ഞാൻ യുധിഷ്ഠിരന്റെ ശയനമുറിയിലേക്ക് നടന്നു. അവിടെ കൃഷ്ണനുണ്ട്. അദ്ദേഹത്തെ നമസ്കരിക്കണമെന്ന് അമ്മ പ്രത്യേകം നിർദ്ദേശിച്ചു. യുധിഷ്ഠിരന്റെ മുറിയിൽ മറ്റൊരു അപരിചിതനായ അതിഥി കൂടിയുണ്ട്. സംഭാഷണം കേൾക്കാം. അദ്ദേഹം പറയുന്നു, ഗോവിന്ദ, ദേവി കൃഷ്ണയെ ഇങ്ങനെ ഒരു വിഷമസ്ഥിതിയിൽ കൊണ്ടെത്തിച്ചതിന് പിന്നിൽ അങ്ങയുടെ ഉദ്ദേശം എന്താണ്? 5 പുരുഷന്മാരായി തീർന്ന അവരോട് കൂടെയിരിക്കുന്ന പ്രേമവും വിരഹവും സംഘർഷവും എല്ലാം വിസ്മയത്തോടും ഔത്സുല്യത്തോടും കാണുവാൻ കാത്തിരിക്കുകയാണ് ഞാൻ. അവളെ എന്തിനീ നാണക്കേടിൽ വീഴ്ത്തി? ദേവന്മാർക്കും ബാഹുഭാര്യ സമ്പ്രദായം വിധിച്ചിട്ടുള്ളതാണ്. അതവരുടെ പുരുഷത്തിന് മഹത്വം വർദ്ധിപ്പിക്കുകയുള്ളൂ. എന്നാൽ ഒരു സ്ത്രീക്കൊന്നിലേറെ ഭർത്താക്കന്മാരെ വരിക്കുന്നത് മൂലമുണ്ടാകുന്ന ലജ്ജയെയും ഗ്ലാനിയെയും സങ്കോചത്തെയും കുറിച്ച് അങ്ങ് ചിന്തിച്ചിട്ടുണ്ടോ? ഇതുമൂലം സ്ത്രീത്വവും അപമാനിതനാവും. ദ്വാരകാധിപതിക്ക് ഇതറിയുവാൻ പാടില്ലേ? എൻ്റെ കാലുകൾ സ്തംഭിച്ചുപോയി. എൻ്റെ ലജ്ജയുടെ അപമാനത്തിൻ്റെയും കഥ കേൾക്കുവാനിടയായി. അതിഥി ആരായാലും അദ്ദേഹത്തെ അഭിമുഖീകരിക്കുവാൻ മനസ്സ് വന്നില്ല. ഞാൻ വിശ്രമ മുറിയിലേക്ക് മടങ്ങിപ്പോകും. അവശ്യമായി കട്ടിലിലിരുന്നു. മിനുമിനുത്ത വെണ്ണക്കൽ ഭിത്തിയിൽ എൻ്റെ പ്രതിബിംബം തെളിഞ്ഞു വന്നു. ഞാൻ പൊട്ടിക്കരയുകയായിരുന്നു. ദുഃഖവും ലജ്ജയും ദുശ്ചിന്തയും മൂലം അടുത്ത നിമിഷത്തിൽ നവവധുവായ കൃഷ്ണയുടെ ഉള്ളിൽ യാഗാഗ്നിയിൽ നിന്ന് ജനിച്ച യജ്ഞസേനി വിപ്ലവകാരിയായി ഉണർന്നു. ദേവലോകത്തെ നിയമത്തെപ്പറ്റി എതിരായി വിപ്ലവം വ്യാഖ്യാനിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. ദേവലോകത്തെ നിയമപ്രകാരം ഒരു പുരുഷൻ എത്ര സ്ത്രീകളെ വേണമെങ്കിലും സ്വീകരിക്കാം. എന്നാൽ ഒന്നിലേറെ ഭർത്താക്കന്മാരെ വരിക്കുന്ന സ്ത്രീ പാപിയാണ്. ഇതൊരുണ്ടാക്കിയ നിയമമാണ്. ഏതെങ്കിലും ദിവ്യപുരുഷനായിരിക്കും. ഇല്ലെങ്കിൽ പുരുഷനും സ്ത്രീക്കും ഇടയിൽ പാപപുണ്യങ്ങളുടെ കാര്യത്തിൽ ഇത്ര അന്തരം എങ്ങനെയുണ്ടാവും? ധനികനും ദരിദ്രനും ഉയർന്നവനും താണവനും ബ്രാഹ്മണനും ചണ്ടാളനും സ്ത്രീയും പുരുഷനും എന്നിങ്ങനെ ഭിന്നതകൾ ഉണ്ടാക്കിയതുകൊണ്ട് സമൂഹത്തിൽ നിർമ്മിക്കപ്പെട്ട നീതി നിയമങ്ങൾക്കും പാപപുണ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കപ്പെട്ട അസമത്വങ്ങൾക്കുമെതിരെ ജീവിതകാലം മുഴുവൻ പൊരുതേണ്ടി വരും. വാസ്തവത്തിൽ 5 ഭർത്താക്കന്മാരെ വരിച്ചത് സ്ത്രീജാതിയോട് മൊത്തമായുള്ള ഒരു ആഹ്വാനമായിരുന്നു. ഒരുമിച്ച് അനേകം പുരുഷന്മാരെ വരിച്ചാലും ഒരു സ്ത്രീയുടെ സ്വഭാവശുദ്ധി ആ കളങ്കമായിരിക്കുമെന്ന് തെളിയിക്കുവാനുള്ള ഒരു സുവർണ അവസരമാണിത്. പരപുരുഷന്റെ മുഖം കാണുവാൻ അവസരം ലഭിക്കാതെ അന്തഃപുരത്തിൽ കഴിയുന്ന ഒരു സ്ത്രീ പതിവ്രതയാണെങ്കിലും അവളുടെ പാതിവൃത്യത്തെപ്പറ്റി സംശയമുണ്ടാകാം. എന്നാൽ ഒന്നിലേറെ പുരുഷന്മാരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടാലും അവൾക്ക് പതിവ്രതയായി തുടരുവാൻ കഴിയുമെങ്കിൽ അവളെയാണ് യഥാർത്ഥത്തിൽ പതിവ്രത എന്ന് വിളിക്കേണ്ടത്. അതുകൊണ്ടായിരിക്കാം ഒന്നിലേറെ ഭർത്താക്കന്മാരെ വരിച്ച താരയെയും മണ്ഡാദൂരെയും പതിവ്രതമാരായി ആദരിക്കുന്നത്. ലക്ഷ്മണ പത്നിയായ ഊർമിള 14 വർഷക്കാലം ഭർത്താവിനെ പ്രതീക്ഷിച്ച് അന്തഃപുരത്തിൽ തടവുകാരിയെപ്പോലെ കഴിഞ്ഞുകൂടി.
എന്നാൽ അയോധ്യ നഗരത്തിൽ ഒരിക്കൽ പോലും പതിവ്രതയായ ഊർമിളയ്ക്ക് ജയനാഥം മുഴങ്ങിയില്ല. സീതാദേവിയെ രാവണൻ അപഹരിച്ച അശോകവനിയിൽ തടവുകാരിയാക്കി പാർപ്പിച്ചു. രാക്ഷസ രാജാവായ രാവണന്റെയും മറ്റനേകം രാക്ഷസന്മാരുടെയും നടുക്ക് അവരുടെ പല ഇംഗിതങ്ങളും മനസ്സിലാക്കി ഭർത്താവിനെ പ്രതീക്ഷിച്ച് ഏകാഗ്രചിത്തയായി സമയം കഴിച്ചുകൂട്ടി. അതുകൊണ്ട് അവർ പതിവ്രത എന്ന് വാഴ്ത്തപ്പെട്ടു. മൂല്യങ്ങളെ മുറുകെ പിടിക്കുകയല്ലാതെ മറ്റൊരു ഉപായവുമില്ലെങ്കിൽ ഒരാൾ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിൽ വലിയ മഹത്വമൊന്നുമില്ല. വിപരീത സാഹചര്യങ്ങളിൽ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതാണ് കഴിവ്. പാപപുണ്യങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് പാപങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് പുണ്യത്തിന്റെ മഹത്വം മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. പാപമില്ലാത്ത പുണ്യം എന്നിങ്ങനെ പ്രതിഷ്ഠ നേടും? അധർമ്മമില്ലാത്ത ധർമ്മസ്ഥാപനം സാധ്യമാണോ? അന്ധകാരമില്ലെങ്കിൽ പ്രകാശത്തിന് എന്ത് വില? ഈ ഭൂമിയിൽ ഭഗവാൻ വീണ്ടും വീണ്ടും അവതാരമെടുക്കുന്നത് ദുഷ്ടന്മാർ കാരണമല്ലേ? പാപം തന്നെയാണ് പുണ്യത്തിന്റെ മഹത്വം. അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. സജ്ജനങ്ങൾ മഹാമനുഷ്യരുടെ പദവിയിൽ എത്തിച്ചേരുന്നത് ദുഷ്ടന്മാർ കാരണമാണ്. ഒരു സാധാരണ രാജകുമാരിയും ഞാനും തമ്മിൽ ചിന്താഗതിയിലുള്ള അന്തരം ഇതാണ്. ഓരോ രാജാവിൻ്റെയും അന്തപുരത്തിൽ അനേകം റാണിമാർ രാജാവിനെയും കാത്ത് ഉറക്കമളിച്ചിരിപ്പുണ്ട്. രാജാവിന് എപ്പോഴെങ്കിലും താല്പര്യമുണ്ടായാൽ ഏതെങ്കിലും റാണിയുടെ അന്തപുരത്തിൽ ഓടിക്കയറി നോക്കാം. ഇതിന് വിപരീതമായി സംഭവിച്ചാൽ എങ്ങനെയിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു നോക്കി. ഒരു റാണിയും 1000 രാജാക്കന്മാർ. രാത്രികാലങ്ങളിൽ രാജാക്കന്മാർ പ്രതീക്ഷയോടെ കഴിഞ്ഞുകൂടും. റാണിക്ക് കൂടുതൽ പ്രേമമുള്ള ആളെ പട്ടമഹാരാജാവാക്കും. എൻ്റെ വാക്കുകൾ കേട്ട് സഖിമാർ ചിരിക്കുകയായിരുന്നു. കുമാരി, ഈ വിചാരങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. വാ തുറന്ന് ആരോടും പറയരുത്. ലോകാപവാദം ഉണ്ടാകും. എല്ലാവരും പറയും ശരീരം കൊണ്ടല്ലെങ്കിലും മനസ്സുകൊണ്ട് രാജകുമാരി വ്യഭിചാരിണിയാണെന്ന്. ഒരു സ്ത്രീ അനേകം പുരുഷന്മാരെ സ്വീകരിക്കുകയോ നടക്കാത്ത കാര്യങ്ങൾ ആലോചിക്കുന്നു. എനിക്ക് ദേഷ്യം വന്നു. പതിവ്രതയായ സ്ത്രീ, പതിവ്രതയല്ലാത്ത സ്ത്രീ, ഇതുപോലെയുള്ള സത്പുരുഷൻ എന്നും സത്പുരുഷൻ എന്നും ശാസ്ത്രങ്ങൾ വേർതിരിവുണ്ടാക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? പുരുഷന്റെ ഹൃദയം സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ്. പാപസ്പർശം കൊണ്ട് അതൊരിക്കലും മലിനമാകുകയില്ലേ? ശാസ്ത്രകാരന്മാർ സ്ത്രീക്ക് വേണ്ടി മാത്രമേ പാപത്തിന്റെ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളൂ. കൺമുന്നിൽ അനേകം ദൃശ്യങ്ങൾ തെളിഞ്ഞു വന്നു. പതഞ്ഞൊഴുകുന്ന യമുനാ നദി. ധർമ്മ നൗകയിലിരുന്ന നദി കടങ്ങുന്ന സമയത്ത് മഹാമുനി പരാശരൻ മുക്കുവകന്യകയായ മത്സ്യഗന്ധിയുടെ രൂപലാവണ്യത്തിൽ മുഗ്ധനായി രതിഭിക്ഷ ആവശ്യപ്പെട്ടു. സുകുമാരിയായ മത്സ്യഗന്ധിയുടെ നിഷേധം വകവയ്ക്കാതെ മഹാമുനി പരാശരൻ വള്ളത്തിൽ വെച്ചവളെ ബലാത്കാരേണ കീഴ്പ്പെടുത്തി. നിറഞ്ഞൊഴുകുന്ന യമുന, ഇരുകരയിലും യാത്രക്കാരുടെ കോലാഹലം. അലൗകിക ശക്തി നേടിയുള്ള പരാശരൻ യാത്രക്കാരുടെ കണ്ണുകളിൽ നിന്ന് ഈ ക്രാമക്രീഡ മറച്ചുവെക്കുവാനായി നൗകിക്ക് ചുറ്റും കനത്ത മൂടൽമഞ്ഞ് സൃഷ്ടിച്ചു. ആ അന്ധകാര വലയത്തിൽ മുനിയുടെ ആഗ്രഹം സഫലമായി. ദിവ്യ സൃഷ്ടിയുള്ള കൃഷ്ണദ്വൈപായനം ജനിച്ചു. പരാശരൻ മത്സ്യഗന്ധിക്ക് വരം നൽകി. യോഗാനന്ദിക്ക് മാറ്റി. സത്യവതിയുടെ ശരീരത്തിൽ നിന്നും മത്സ്യഗന്ധം അകന്നു. ഒരു സുഗന്ധത്തിൽ പരിപൂർണയായി തീർന്ന അവൾ യോജനകളോളം ദൂരെ മണം വരുത്തി. ഈ യോഗാഗന്ധി കാലക്രമത്തിൽ കുരുവംശരാജാവായ ശന്തനുവിന്റെ പത്നിയായി. ശന്തനുവിൽ ഗർഭം ധരിച്ച് സത്യവതി ചിത്രാംഗതനെയും വിചിത്രവീരനെയും പ്രസവിച്ചു. പരമപണ്ഡിതനായ സത്യവതിക്ക് തൻ്റെ കഴിഞ്ഞ കാലത്തിൻ്റെ പേരിൽ ചിലപ്പോഴൊക്കെ ലോകാപവാദവും പരിഹാസവും സഹിക്കേണ്ടി വന്നു. എന്നാൽ പരാശരനോ? അദ്ദേഹം സർവ്വ ആദരണീയനാണ്. ഭഗവാൻ വ്യാസന്റെ വായിൽ നിന്ന് അദ്ദേഹത്തെ ജന്മവൃത്താന്തം കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ക്ഷോഭമലയടിച്ചു. എൻ്റെ മുഖം ക്രോധം കൊണ്ട് ചുവന്നു. വ്യാസദേവൻ സ്തക്തിക് പ്രതിജ്ഞനാണ്. ചിരിച്ചുകൊണ്ട് പറയും, സ്ത്രീ സർവം സഹായം ഭൂമിയാണെന്ന്. അവളെ പോലെ സഹനശീലം പുരുഷനുണ്ടോ? അതിനാൽ സ്ത്രീക്കെതിരെ ദോഷ ആരോപണം ലോഷം കൊണ്ടുണ്ടാക്കുന്നത് സഹജമാണ്. പുരുഷനോട് ഇങ്ങനെയുള്ള രോക്ഷവും ദോഷ ആരോപണവും ഉണ്ടായിക്കൂടി. അതുകൊണ്ടായിരിക്കണം പുരുഷനെ നിന്ദിക്കാൻ ആരും ഭയപ്പെടാത്തത്. നിന്ദയ്ക്കും അപമാനത്തിനും വെറുപ്പിനും മധ്യേ തൻ്റെ സ്വഭാവദാർഢ്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മാതാ സത്യവതി ആര്യാവർത്തത്തിലെ പൂജനീയ മഹിളകളായി നിലകൊള്ളുന്നു. കാശി രാജാവിൻ്റെ അംബ, അംബിക, അംബാലിക എന്നീ 3 പുത്രിമാരുടെ സ്വയംവരം നടക്കുകയായിരുന്നു. ചന്ദനവും ഗംഗാപുത്രനായ ദേവവ്രതനും ഈ വിവരം അറിഞ്ഞു. ഭീഷ്മർ ഒരിക്കലും വിവാഹം കഴിക്കുകയില്ലെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തു കഴിഞ്ഞിരുന്നു. ചിത്രാംഗതൻ വിവാഹം കഴിക്കുന്നതിന് മുൻപ് മരണമടഞ്ഞിരുന്നു. വിചിത്രവീര്യൻ വിവാഹപ്രായം എത്തിക്കഴിഞ്ഞു. ഭീഷ്മർ വിചിത്രവീരനെയും കൂട്ടി കാശി രാജാവിൻ്റെ പുത്രിമാരുടെ സ്വയംവരത്തിന് എത്തിച്ചേർന്നു. ആര്യാവർത്തത്തിലെ അനേകം രാജാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. കാശി രാജാവിൻ്റെ പുത്രിമാർ വിചിത്രവീരന്റെ കഴുത്തിൽ വരണമാല അണിയിക്കുകയില്ലെന്ന് ഭീഷ്മർക്ക് മനസ്സിലായി. ക്ഷത്രിയ ധർമ്മത്തിന്റെ പേരിൽ വിചിത്രവീരനെ കൊണ്ട് വിവാഹം കഴിക്കാമെന്ന ഉദ്ദേശം അങ്ങനെ ഒന്നു പ്രഖ്യാപിച്ച് ഭീഷ്മർ 3 കന്യകമാരെയും സഭാമണ്ഡപത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി.
ഭീഷ്മരുടെ കാര്യത്തിൽ ഭയമുള്ളതിനാൽ ആരും എതിർത്തൊന്നും പറഞ്ഞില്ല. ഹസ്തിനാപുരിയിലെത്തിയ ശേഷം തന്റെ വിവാഹം നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണെന്ന് അംബ ഭീഷ്മരോട് പറഞ്ഞു. മദ്രദേശത്തെ രാജാവായ സാൽവൻ അവളെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. സ്വയംവര സഭയിൽ അംബ തന്റെ ഹൃദയം അദ്ദേഹത്തിന് സമർപ്പിക്കുകയും ചെയ്തു. ധർമ്മപ്രകാരം തനിക്ക് സാൽവനെ വിവാഹം കഴിക്കേണ്ടതുണ്ട്. ഭീഷ്മർ ഔദാര്യപൂർവ്വം അംബയെ രാജപുരോഹിതനോടും വിശ്വസ്ത ദാസിമാരോടുമൊപ്പം അവളുടെ ഇഷ്ടപുരുഷന്റെ അടുത്തേക്ക് അയച്ചു. എന്നാൽ നിരപരാധിയായ അംബയെ സാൽവൻ സ്വീകരിച്ചില്ല. സാൽവൻ അവളെ പരിഹസിച്ചു. സർവ്വജനങ്ങളുടെയും മുൻപിൽ വെച്ച് ഭീഷ്മർ മറ്റ് രാജാക്കന്മാരെ എല്ലാം പരാജയപ്പെടുത്തി നിന്നെ അപഹരിച്ചു കൊണ്ടുപോയി. ഈ നിമിഷം മുതൽ നീ ഭീഷ്മരുടെ ഉച്ഛിഷ്ടമായി തീർന്നു. എൻ്റെ ഭാര്യയാകുവാനുള്ള യോഗ്യത നിനക്കില്ല. എൻ്റെ മനസ്സിൽ നിന്നോട് അല്പം പോലും താല്പര്യവുമില്ല. എത്ര നിഷ്ഠൂരമായ വാക്കുകൾ! അംബ തകർന്നുപോയി. അവൾ സാൽവനോട് പറഞ്ഞു, ഭീഷ്മർ ആജീവനാന്ത ബ്രഹ്മചാരിണിയാണ്. ഒരിക്കലും വിവാഹം കഴിക്കുകയില്ലെന്ന് അദ്ദേഹം സ്വപിതാവിൻ്റെ മുൻപിൽ പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്. ഒരു സ്ത്രീയും ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സ്വഭാവദാർഢ്യത്തിന് ഇളക്കം വരുത്തിയിട്ടില്ല. തൻ്റെ അനുജനു വേണ്ടിയാണ് അദ്ദേഹം അന്ന് അങ്ങനെ പ്രവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അംബയോട് നിർമ്മലമായ ബഹുമാനവും ആശീർവാദവുമല്ലാതെ എന്തെങ്കിലും കുൽസിതമായ ആഗ്രഹമോ ദൗർബല്യമോ അല്പം പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ പുരുഷൻ അഹങ്കാരത്തിനു മുമ്പിൽ സ്ത്രീ നിസ്സഹായയായി തീർന്നു. അംബയുടെ ഭാവിയെക്കുറിച്ച് സാൽവിന് ചിന്തയുണ്ടായിരുന്നില്ല. രാജകുമാരി അംബ ആശ്രവമില്ലാത്തവളായി. ഘോരവനത്തിൽ ചെന്ന് ഋഷിമാരോടെല്ലാം അഭിപ്രായം ആരാഞ്ഞു. ഇനി പ്രതിഗ്രഹത്തിൽ പോകുന്നത് ഉചിതമാണെന്ന് അവൾക്ക് തോന്നിയില്ല. തൻ്റെ ദുരവസ്ഥയ്ക്ക് കാരണക്കാരൻ ശന്തനുപുത്രനായ ഭീഷ്മരാണെന്ന് അവൾ തിരിച്ചറിച്ചു. പ്രതികാരദാഹത്തോടെ കഠിന തപസ്സിൽ മുഴുകി. ആര്യാവർത്തത്തിലെ ഒരു വീരനും അവളെ സഹായിക്കുവാൻ മുന്നോട്ട് വന്നില്ല. ശ്രീ പരമേശ്വരൻ മാത്രം അവളുടെ പ്രാർത്ഥന കേട്ടു. എന്നാൽ ഈ ജന്മത്തിൽ ഭീഷ്മരോട് പ്രതികാരം ചെയ്യുവാനുള്ള അമ്പ് നിനക്കില്ല. അടുത്ത ജന്മത്തിൽ അത് സാധിക്കുമെന്ന് വരാമെന്ന് നൽകി. അന്നമ്പയ്ക്ക് ഭീഷ്മരെ പരാജയപ്പെടുത്തുവാൻ കഴിയും. അവജ്ഞയ്ക്കും പരിഹാസത്തിനും പാത്രീഭൂതനായ വിരഹിണിയായ അംബയുടെ മുൻപിൽ ജീവിതം വഴിമുട്ടി നിന്നു. സുകുമാരിയായ രാജകുമാരി ഒറ്റയ്ക്ക് ശിവന്റെ വരം പാധേയമാക്കി എത്ര നാൾ ജീവിക്കും? ധൈര്യം നഷ്ടപ്പെട്ട അംബ ആളിക്കത്തുന്ന അഗ്നിയിൽ ആത്മാഹൂതി ചെയ്തു. അടുത്ത ദിവസം ജന്മത്തിലും അംബയ്ക്കും കടുത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. സ്ത്രീ രൂപത്തിൽ അവൾ ഭീഷ്മരെ എങ്ങനെ പരാജയപ്പെടുത്തും? അവൾ എൻ്റെ പിതാവിൽ നിന്ന് ജന്മമെടുത്തുവെങ്കിലും പുത്രരൂപത്തിൽ നപുംസകമായി തീർന്നു. ജനിച്ചയുടൻ തന്നെ നവജാത ശിശുവിൻ്റെ ശിരസ് ഛേദിക്കുവാൻ ദ്രുപദൻ ആജ്ഞാപിച്ചു. എങ്കിലും അതുണ്ടായില്ല. എൻ്റെ ജ്യേഷ്ഠൻ ശിഖണ്ഡിയെ കാണുമ്പോൾ മനസ്സിൽ അനുകമ്പയ്ക്ക് പകരം ക്ഷോഭം നിറയും. ശിഖണ്ഡിയുടെ കോമളവും ലളിതവും ആകർഷവുമായ രൂപഭംഗിക്ക് പിന്നിൽ തിരസ്കൃതിയും നിന്ദ്രതവുമായ രാജകുമാരി അംബ എത്തി നോക്കുന്നു. ഒരു തെറ്റും ചെയ്യാത്ത അവളുടെ 2 മനുഷ്യജന്മം അഭിശപ്തമായി. സ്ത്രീയായി ജനിച്ചതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചത്. അംബ സമൂഹത്തിൻ്റെ എല്ലാ അന്യായങ്ങളും സഹിച്ചു. അഗ്നിയിൽ പ്രാണനൊടുക്കി. സമുദായത്തിൽ നിന്നും അധർമ്മവും അന്യായവും ഇല്ലാതെയാക്കുവാൻ വേണ്ടി അവൾ അഗ്നിജ്വാലകളിൽ നിന്ന് ജന്മമെടുത്തു. അതിനാൽ അംബയുടെ ആഹൂതിക്ക് വിപരീതമായി എൻ്റെ ഉള്ളിൽ വിപ്ലവാഗ്നി ജ്വലിക്കാതിരിക്കുന്നത് എങ്ങനെ? അംബ ആത്മഹൂതിയിലൂടെ സ്ത്രീജന്മത്തിൽ നിന്ന് മുക്തി നേടി. അംബാലികയുടെയും അംബികയുടെയും അവസ്ഥ കുറെ കൂടി വിഷാദപൂർണമായിരുന്നു. വിചിത്രവീര്യൻ സന്താനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പരലോകം പ്രാപിച്ചു. കുരുവംശത്തിന് ഏക അവകാശിയെ ഭീഷ്മനാകട്ടെ എന്ന് നിത്യബ്രഹ്മചാരി പ്രഖ്യാപിച്ചു. ഈ വംശത്തെ എങ്ങനെ രക്ഷിക്കും? വംശം അന്യം നിന്നു പോകുമോ? വംശരക്ഷയ്ക്ക് വേണ്ടി സത്യവതിയുടെ ഉപദേശമനുസരിച്ച് അംബികയും അംബാലികയും അന്യപുരുഷനിൽ നിന്ന് പുത്രലാഭം നേടുവാൻ നിർബന്ധിതരായിരുന്നു. പുരാണവചനങ്ങൾ ഉദ്ധരിച്ച് സത്യവതി അവരെ പറഞ്ഞ് മനസ്സിലാക്കി. എത്ര തപസ് ചെയ്താലും സന്താനമില്ലാതെ സദ്ഗതി ലഭിക്കുകയില്ല. പിന്നീട് അനേകം ഉദാഹരണങ്ങൾ നൽകിയ ശേഷം പറഞ്ഞു, ഭർത്താവിൽ നിന്ന് പുത്രനെ ലഭിക്കാത്തതിൽ മറ്റുമുള്ള മാർഗങ്ങളിലൂടെ സ്ത്രീക്ക് സന്താനങ്ങളെ നേടാം. സമുദായം അംഗീകരിച്ചിട്ടുള്ളത് ഒരു മാർഗമാണ് പരപുരുഷനിൽ നിന്ന് പുത്രനെ നേടുന്നത്. അതുകൊണ്ട് വ്യാസദേവൻ ജ്യേഷ്ഠനാണെങ്കിൽ പോലും അദ്ദേഹത്തെ സ്വീകരിക്കണം. ഹസ്തിനാപുരിയിലെ രാജവംശത്തെ രക്ഷിക്കണം. അങ്ങനെ തന്നെ സംഭവിച്ചു. വ്യാസദേവൻ അംബികയിൽ നിന്ന് ധൃതരാഷ്ട്രരെയും അംബാലികയിൽ നിന്ന് പാണ്ഡുവിനെയും ജനിപ്പിച്ചു. ധൃതരാഷ്ട്രർ അന്ധനായിരുന്നു, പാണ്ഡു രോഗി. അതുകൊണ്ട് അംബിക ഒരിക്കൽ കൂടി ഗർഭം ധരിക്കണമെന്ന് സത്യവതി വ്യാസനോട് ആവശ്യപ്പെട്ടു. അംബിക ഇങ്ങനെ സന്താനവതിയാകുന്നതിനോട് ആദ്യമേ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അവൾ 2ാം തവണ തൻ്റെ ദാസിയെ വേഷം കെട്ടിച്ച് വ്യാസന്റെ അടുത്തേക്ക് അയച്ചു. അങ്ങനെ വ്യാസദേവന് ദാസിയിലുണ്ടായ മകനാണ് അസാധാരണ ബുദ്ധിമാനും ധർമാത്മാവുമായ വിതുരൻ. അംബിക ഭയം കൊണ്ടും ദുഃഖം കൊണ്ടും യമുനയിൽ ചാടി പ്രാണനൊടുക്കി. എന്നിട്ടും അംബികയ്ക്കും അംബാലികയ്ക്കും പലപ്പോഴും നിന്ന സഹിക്കേണ്ടി വന്നു. പരപുരുഷന്റെ ശിശുവിനെ പ്രസവിച്ചത് കാരണം പരിഹാസപാത്രങ്ങളായി ഭർത്താവിൻ്റെ ഉപദേശം ശിരസാ വഹിച്ചു.
വ്യത്യസ്ത ദേവന്മാരിൽ നിന്ന് ഗർഭം ധരിച്ച കുന്തിദേവി പരിഹാസപാത്രമായി. പാവപുണ്യങ്ങളുടെ പരിഗണന സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ആയിരുന്നുവെങ്കിൽ സാമുദായികമായ അതിക്രമങ്ങൾ സ്ത്രീവർഗം ഇത്രമാത്രം പീഡിക്കപ്പെടുകയില്ലായിരുന്നു. സഖിമാരുടെ സംസാരിക്കുമ്പോൾ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേണ്ടി വന്നാൽ ഒന്നിലേറെ ഭർത്താക്കന്മാരെ സ്വീകരിച്ചിട്ട് സ്ത്രീ വിശ്വസ്തതയും അനുഗതയും പതിവ്രതയുമാണെന്ന് തെളിയിക്കുവാൻ എനിക്ക് കഴിയുമെന്ന്. വാസ്തവത്തിൽ അപ്പോഴൊന്നും ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ ആഴത്തിൽ ചിന്തിച്ചിരുന്നില്ല. വികാരാവേശത്താൽ അങ്ങനെ പറയുകയായിരുന്നു. പിന്നീട് ക്രോധം വരുമ്പോൾ അങ്ങനെ പറയുന്നത് ഒരു ശീലമായി തീർന്നു. എൻ്റെ തർക്കം കേട്ട് വ്യാസദേവൻ പതുക്കെ പുഞ്ചിരിക്കുമായിരുന്നു. എൻ്റെ വിധി എന്നോട് കൺപുത്തി കളിക്കുകയോ നടത്തുകയാണെന്ന് എനിക്കറിയുവാൻ പാടില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു വിഷമാവസ്ഥ സംജാതമായപ്പോൾ ഞാനത് സ്ത്രീത്വത്തിൻ്റെ പരീക്ഷണമായി സ്വീകരിച്ചു. അത് സ്ത്രീജാതിക്ക് മൊത്തമായുള്ള ഒരു ആഹ്വാനമായിരുന്നു. യുധിഷ്ഠിരൻ്റെയും കുന്തിദേവിയുടെയും ആജ്ഞ ഞാൻ ഒന്നും മിണ്ടാതെ സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ യഥാർത്ഥ ദാമ്പത്യ ജീവിതം ആരംഭിക്കുവാൻ തുടങ്ങുകയാണ്. യുക്തിയുടെ പേരിൽ സ്ത്രീയും പുരുഷനും തുല്യമാണെന്ന് പറഞ്ഞാൽ സംഗതി പൂർണ്ണമായും സ്പഷ്ടമാകുന്നില്ല. സ്ത്രീയുടെ ശരീരം പോലെ തന്നെ അവളുടെ മനസ്സും പുരുഷൻ്റേതിൽ നിന്ന് ഭിന്നമാണ്. അതിനാൽ അവൾക്ക് വേണ്ടി സമുദായം യുഗങ്ങൾ തോറും വ്യത്യസ്ത നിയമങ്ങൾ ഉണ്ടാക്കുന്നു. പുരുഷൻ ഒന്നിലേറെ ഭാര്യമാരെ സ്വീകരിച്ചാൽ അയാളുടെ മനസ്സ് ജയിക്കുവാൻ സ്ത്രീകൾ പരിശ്രമിക്കും. അയാൾ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒരാളെ കൂടുതൽ ഇഷ്ടക്കുകയും അവളെ ആകൃഷ്ടയാവുകയും ചെയ്യും. എന്നാൽ സ്ത്രീയോ ഒന്നിലേറെ ഭർത്താക്കന്മാരെ വരിച്ചാലോ എല്ലാ ഭർത്താക്കന്മാരുടെയും ഇഷ്ടനിഷ്ടങ്ങൾ ശ്രദ്ധിച്ച് എല്ലാവരുടെയും മനസ്സ് ജയിക്കേണ്ടി വരാം. അല്ലെങ്കിൽ ജീവിതം ദുർവഹമായി തീരും. ഇപ്പോൾ എൻ്റെ മുൻപിൽ ആ സ്ഥിതിയാണ്. സഖി നിതുംബിനി വന്ന് പറഞ്ഞു, നാരദ മഹർഷി എഴുന്നള്ളിയിരിക്കുന്നു. യുധിഷ്ഠിരനും ഗോവിന്ദനുമായും സംസാരിച്ചു കൊണ്ടിരുന്നു. ചൂതുകളിൽ ഇറങ്ങുവാൻ പോകുന്നു. അങ്ങോട്ട് പോകുവാൻ ഒരുങ്ങിയപ്പോൾ മറ്റൊരു ദാസി വന്ന് പറഞ്ഞു, ഭീമസേനൻ കിടക്കയിൽ കാത്തിരിക്കുന്നു. ഇന്ന് രാവിലെ ഭക്ഷണം അല്പം കൂടുതലായിപ്പോയി. അതുകൊണ്ട് ദേഹത്തിന് വല്ലാത്ത ഭാരം തോന്നുന്നു. വിശ്രമ സമയത്ത് ദേവിയുടെ സാന്നിധ്യം ആവശ്യമാണ്. എന്തു ചെയ്യും? ആദ്യം ആരുടെ ആജ്ഞ പാലിക്കും? ഇതിനിടയ്ക്കൊരു സഖി അർജുനന്റെ സന്ദേശവുമായി എത്തി. അദ്ദേഹം ഗ്രന്ഥപുരയിൽ എന്നെ കാത്തിരിക്കുന്നു. ഏതോ പണ്ഡിതൻ വന്നിരിക്കുന്നു. ശാസ്ത്രചർച്ച നടത്തും. ഈ സമയത്ത് എൻ്റെ സാന്നിധ്യം ഉചിതമായിരിക്കുമെന്ന് കരുതി വിളിച്ചതാണ്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു സഖി നകുലന്റെ നിർദ്ദേശം കൊണ്ടുവന്നു. അശ്വശാലയിൽ സ്ത്രീധനം കിട്ടിയ കുതിരകളുടെ പരിശോധന നടക്കുന്നു. അവിടെ എൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. തൊട്ടു പിന്നാലെ സഹദേവന്റെ അറിയിപ്പ് വന്നു. ഇനിയും പാചാല ദേശത്ത് താമസിക്കുന്നത് ഉചിതമാണോ അല്ലയോ എന്ന കാര്യം ഞാനുമായി ചർച്ച ചെയ്യുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഇവിടെ നിന്ന് ജീവിതത്തിലെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. 5 ഭർത്താക്കന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കണം. എല്ലാവരോടും യഥാവിധി ബഹുമാനം പ്രദർശിപ്പിക്കണം. ആരെയും അവഗണിക്കുവാൻ പാടില്ല. ആദ്യം യുധിഷ്ഠിരന്റെ കാര്യം. അദ്ദേഹം ജ്യേഷ്ഠനാണ്, കുടുംബത്തിലെ നായകനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ പുതിയ സഖിയായി എൻ്റെ വഴി തടഞ്ഞു. സഖി, ഭീമൻ വളരെ നേരമായി കാത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ക്രോധം നിങ്ങൾക്ക് നൽകുവാൻ പറ്റുമോ? പിന്നെ അഭിമാനിയായ അർജുനൻ, അദ്ദേഹത്തിൻ്റെ ദുഃഖം എങ്ങനെ നിയന്ത്രിക്കും? അദ്ദേഹം ഒന്നും പറയുകയില്ല. യുധിഷ്ഠിരൻ്റെ അടുത്ത് പിന്നീട് പോയാലും മതി. ആദ്യം ഭീമസേനനെ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കും ഉചിതം. ഞാൻ ചിന്താക്കുഴപ്പത്തിലായി. എല്ലാ കാര്യങ്ങളും അറിയുവാനനുസരിച്ച് യുധിഷ്ഠിരൻ്റെ ആജ്ഞ ആദ്യം അനുസരിക്കണം, പിന്നെ ഭീമന്റെ. ന്യായവും നിയമവും നോക്കിയില്ല. ദാമ്പത്യ ജീവിതത്തിൽ സംയോഗ വിയോഗങ്ങളും രാഗദ്വേഷങ്ങളും ഉണ്ടാവരുത്. അമ്പലത്തിലും വിദ്യാലയത്തിലും സഭാമണ്ഡപത്തിലും യുദ്ധക്കളത്തിലും നീതി, അനീതി, ധർമ്മം, അധർമ്മം മുതലായവയെക്കുറിച്ച് ചർച്ച നടക്കും. അത് അംഗീകരിക്കുകയും വേണം. എന്നാൽ പ്രേമകാര്യങ്ങളിൽ ഇതൊന്നും നടക്കില്ല. ചിലപ്പോൾ നേർവഴി വിട്ട് വളഞ്ഞ വഴി സ്വീകരിക്കേണ്ടി വരും. ദാമ്പത്യ ജീവിതം സഹോദരന്മാരുടെ പ്രായത്തിൻ്റെ അനുഭവത്തിൽ സ്നേഹവും മമതയും പ്രേമവും പരിഭവവും വീതം വെച്ച് 5 സഹോദരന്മാർക്കും അവരവരുടെ പങ്ക് കൊടുക്ക് തീർക്കുമാറായിരിക്കാം. മായ സംസാരിക്കുമ്പോൾ ഗൂഢമായി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചിന്താകുഴപ്പത്തിലായി. യുധിഷ്ഠിരന്റെ മുറിയിൽ ചെന്നു. നാരദ മഹർഷിയെയും ഗോവിന്ദനെയും വന്ദിച്ചു. നാരദൻ ആശീർവദിച്ചു. ഗോവിന്ദൻ സ്നേഹനിർഭരമായ ദൃഷ്ടിയോടെ ശുഭാശംസ നേർന്നു. ചൂതുകളിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ടിരിക്കുകയാണ് യുധിഷ്ഠിരൻ. അദ്ദേഹം മൃദു മന്ദസ്മിതത്തോടെ പറഞ്ഞു, ഇരിക്കൂ പാഞ്ചാലി. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാനും ഗോവിന്ദനും മത്സരിച്ച് ചൂത് കളിക്കും. ഈ ലോകം തന്നെ തനിക്കൊരു കളിയാണെന്ന് ഇദ്ദേഹം പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് ചൂതുകളി ഒരു കളിയേ അല്ല. അതുകൊണ്ട് ഈ കളിയിൽ നിന്ന് നിഷ്പ്രയാസം ജയിക്കാമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം. ഇന്നതൊന്ന് പരീക്ഷിച്ച് കളയാം. ഞാൻ സംഭ്രമത്തോടെ പറഞ്ഞു, എനിക്കല്പം സമയം തരണം. അങ്ങയുടെ അനുജന്മാർ എൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു. ഞാൻ അവരെ കണ്ടിട്ട് വരാം. അതിനുശേഷം അങ്ങയുടെ ചൂതുകളി കാണാം. അനുജന്മാർ എന്തിനാണ് വിളിക്കുന്നത്? ഗോവിന്ദൻ അറിയുവാൻ ആഗ്രഹിച്ചു. ഞാൻ വിശദമാക്കി. അത് കേട്ട് അദ്ദേഹം ചിരിച്ചു. പരിഹാസത്തോട് പറഞ്ഞു, യുധിഷ്ഠിരാ,
സഹോദരന്മാരെ ഐക്യത്തിന്റെ ചരടിൽ കോർത്ത് കെട്ടുവാൻ വേണ്ടിയാണ് 5 ഭർത്താക്കന്മാരെ വരിക്കുവാൻ പാഞ്ചാലിയെ നിർബന്ധിതയാക്കിയത്. ഇപ്പോൾ നേരെ വിപരീതമായി സംഭവിക്കുമെന്ന് തോന്നുന്നു. ദ്രൗപദിയുടെ പേരിൽ 5 പേരും തമ്മിൽ മത്സരവും അസൂയയും ദ്വേഷവും ശത്രുതയും അഭിപ്രായ വ്യത്യാസവും പിന്നെ ഭാഗം വെപ്പും ഉണ്ടാകുമെന്ന് തോന്നുന്നു. ദ്രൗപദി എല്ലാവരെയും കണ്ടിട്ട് വരുമ്പോഴേക്ക് സദ്യയാകും. ഭീമന്റെ അടുത്ത് മാത്രം പകൽ മുഴുവൻ തിളങ്ങേണ്ടി വരും. പിന്നെ നിങ്ങളുടെ ചൂതുകളെ എങ്ങനെ നടക്കും? ഇത് തുടക്കമേ ആയുള്ളൂ. ദിവസവും 5 സഹോദരന്മാരും ദ്രൗപദിയുടെ പരിചരണവും സാന്നിധ്യവും സംസർഗവും കുതിക്കും. അതിൽ അസ്വാഭാവികമായി എന്തിരിക്കുന്നു? എന്നാൽ ഇതിലൂടെ 5 പേരുടെയും ഐക്യം നഷ്ടമാകുമെന്ന് തീർച്ചയാണ്. യുധിഷ്ഠിരൻ ദൃഢസ്വരത്തിൽ പറഞ്ഞു, എൻ്റെ സഹോദരന്മാർ എന്നെ ഈശ്വരതുല്യം ആരാധിക്കുന്നു. അതിനാൽ ഞങ്ങളുടെ ഇടയിൽ അത്തരം സംഘർഷം ഉണ്ടാവുകയില്ല. എൻ്റെ ആജ്ഞയനുസരിച്ച് അവർ രാജ്യവും ധനവും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ച് വനവാസത്തിന് പോകുവാൻ മടിക്കുകയില്ല. നാരദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാജ്യവും ധനവും സമ്പത്തും ഉപേക്ഷിക്കുന്നത് എളുപ്പമാണ്. എന്നാൽ നരീഗ്നമായ ദ്രൗപദിയോടുള്ള മോഹം ഉപേക്ഷിക്കുന്നത് അത്ര എളുപ്പമല്ല. സുന്ദരന്മാരുടെ കഥ താങ്കൾക്കറിയാമല്ലോ. 2 സഹോദരന്മാരും ഒരു സിംഹാസനത്തിലിരുന്ന് രാജസുഖം അനുഭവിച്ചു വരികയായിരുന്നു. ഒരു പാത്രത്തിൽ ആഹാരം കഴിക്കുകയും ഒരു കട്ടിലിൽ ഉറങ്ങുകയും ചെയ്തിരുന്നു അവർ. എന്നിട്ടും സുഖവും സമാധാനവും ഐക്യവും നിലനിന്നില്ല. ഒടുവിൽ തിലോത്തമ എന്ന സ്ത്രീക്ക് വേണ്ടി 2 പേരും പരസ്പരം വധിച്ചു. ഭയവും ആശങ്കയും മൂലം ഞാൻ വിറച്ചു. ഗോവിന്ദൻ ശാന്തസ്വരത്തിൽ പറഞ്ഞു. നാരദന്റെ വാക്കുകൾ സത്യമാണ്. നാരദൻ ഉത്കണ്ഠയോടെ പറഞ്ഞു, കൃഷ്ണയുടെ ജനന സമയത്ത് അവർ ക്ഷത്രിയ സംഹാരത്തിന് കാരണഭൂതയാകുമെന്ന് അശരീരിയുണ്ടായി. ആ ക്ഷത്രിയർ പാണ്ഡവന്മാർ തന്നെയല്ലേ എന്ന് ഞാൻ ഭയക്കുന്നു. മറ്റുള്ളവരുടെ കാര്യം വിടുക. ദ്രൗപദി ഭീമന്റെ വാക്ക് കേട്ടില്ല എങ്കിൽ അദ്ദേഹം പാണ്ഡവന്മാർ സഹിതം ദ്രൗപദിയെ ഗദാപ്രഹരമേൽപ്പിച്ച് തവിടുപൊടിയാക്കുകയില്ലേ? ക്രോധൻ ഘോരനായ ചണ്ടാളനാണ്. ഭീമന്റെ ക്രോധം പറയണോ? അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുകയാണ് ഭേദം. ഞാൻ ഭയത്തോടെ ചോദിച്ചു, മുനെ, അങ്ങയുടെ വാക്കുകൾ എന്നെ ചിന്താധീനനാക്കുന്നു. ഒന്നിലേറെ ഭർത്താക്കന്മാരെ ഒരുമിച്ച് ഉചിതമായി പരിചരിക്കുക അത് അസാധ്യമാണെന്ന് എനിക്കും തോന്നുന്നു. ഗോവിന്ദനെ പോലെ മഹാജ്ഞാനിയായ ഒരാൾ ഇവിടെ ഉള്ളപ്പോൾ ഇതിനുചിതമായ ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം. ഭാവിയിൽ ഞാൻ കാരണം പാണ്ഡവന്മാർ തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകരുത്. നാരദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, ഇത് നിങ്ങൾ തമ്മിലുള്ള വ്യക്തിഗതമായ കാര്യങ്ങളാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മൂന്നാമതൊരാൾ ഇടപെടാതിരിക്കുന്നതാണ് നന്ന്. എനിക്കാണെങ്കിൽ ദാമ്പത്യ സംഘർഷങ്ങളെക്കുറിച്ചോ സ്ത്രീകളേറെ പ്രശ്നങ്ങളെക്കുറിച്ചോ ലവലേശം വിവരമില്ല. ഇക്കാര്യത്തിൽ ഗോവിന്ദൻ അഭിമിഞ്ചനോ? വേണമെങ്കിൽ അദ്ദേഹത്തെ സ്ത്രീ വിശാരദൻ എന്ന് പറയാവുന്നതാണ്. അദ്ദേഹത്തിന് മാത്രം ഇതിനൊരു ഉപായം കണ്ടെത്തുവാൻ കഴിയും. ഞാൻ ഗോവിന്ദനെ നോക്കി. എൻ്റെ കണ്ണുകളിലെ വൈവശ്യം ഗോവിന്ദൻ ആമോദമേ. അദ്ദേഹം ചിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഗോവിന്ദ, അങ്ങയുടെ മുമ്പിൽ ഞാൻ എൻ്റെ അസൗകര്യം വർണ്ണിച്ച് കേൾപ്പിച്ചു. അങ്ങ് എന്ത് ചെയ്യുന്നതും ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് അമ്മ പറഞ്ഞു. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് വഴി പറഞ്ഞത്. ഗോവിന്ദൻ കൈകൂപ്പി. ക്ഷമിക്കൂ കൃഷ്ണേ, ഇതെല്ലാം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കാര്യങ്ങളാണ്. ഞാൻ എന്താ അഭിപ്രായം പറയാൻ? നിങ്ങൾ വിദൂഷിയ. ഉചിതമെന്ന് തോന്നുന്നത് പ്രവർത്തിക്കുക. പോരാത്തതിന് നിങ്ങളോടൊപ്പം മായയും കൂട്ടിനുണ്ട്. മായ എൻ്റെ തൊട്ടടുത്ത് നിൽപ്പുണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷം അവൾ എപ്പോഴും നിഴൽപ്പോഴും എന്നോടൊപ്പമുണ്ട്. ഓരോ ചുവടുവെപ്പിലും എന്നെ സഹായിക്കുന്നുണ്ട്. ഗോവിന്ദൻ എങ്ങനെയോ മായയെ തൻ്റെ ഇംഗിതം അറിയിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. മായ എന്നോട് പറഞ്ഞു, സഖി, ഒരു സമയത്ത് ഒന്നിലധികം ഭർത്താക്കന്മാരുടെ ഭാര്യയായി കഴിയുക അങ്ങേയറ്റം ദുഃഖാദിന്യവുമാണ്. അതുകൊണ്ട് അവിടുന്ന് തവണ വെച്ച് 1 വർഷം ഒരു പാണ്ഡവന്റെ ഭാര്യയായിരിക്കുക. സ്ത്രീ അമ്മയും ഭാര്യയും സഹോദരിയുമാണ്. അമ്മയും സഹോദരിയും എന്ന നിലയിൽ എല്ലായ്പ്പോഴും എല്ലാ പാണ്ഡവന്മാരോടും കടമകൾ നിർവഹിക്കുക. എന്നാൽ ഭാര്യ എന്ന നിലയിൽ ഓരോരുത്തരുടെയും കൂടെ ഓരോ വർഷം താമസിക്കുക. പാണ്ഡവന്മാർ 5 പേരും 5 സ്വഭാവക്കാരാണ്. 1 വർഷക്കാലം ഒരാളിൻ്റെ പ്രകൃതിയുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ മാനസികമായ തയ്യാറെടുപ്പിന് അവസരം കിട്ടും. എല്ലാവരും മായയുടെ നിർദ്ദേശത്തെ പിന്താങ്ങി. യുധിഷ്ഠിരനും അതിനോട് യോജിച്ചു. നാരദൻ തന്നെ ഒരു കൂരം കൂടി നിർദ്ദേശിച്ചു. ഭാര്യ എന്ന നിലയിൽ ഒരു സഹോദരനോടൊപ്പം കഴിയുമ്പോൾ മറ്റൊരാൾ അവിടെ പ്രവേശിച്ച അയാൾ 12 വർഷക്കാലം വനവാസവും ബ്രഹ്മചര്യവും പാലിക്കണം. ഈ വ്യവസ്ഥ അവരുടെ ദാമ്പത്യ ജീവിതത്തെ സുഖിതവും സുഖകരവുമാക്കി തീരും. ആ നിർദ്ദേശവും സർവ്വസമ്മതമായി അംഗീകരിക്കപ്പെട്ടു. എനിക്കൊരു പ്രകാരത്തിൽ വലിയ ആശ്വാസം കിട്ടി. ഒരു നിശ്ചിത കാലയളവിൽ ഞാൻ ഒരു പുരുഷന്റെ ഭാര്യയായി കഴിയും. അദ്ദേഹത്തോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യും. ഞാൻ മായയോട് കടപ്പാട് വ്യക്തമാക്കി. യുധിഷ്ഠിരനോട് അനുമതി വാങ്ങി മറ്റ് സഹോദരന്മാരുടെ അടുത്തേക്ക് പോയി. ഇപ്പോൾ ഞാൻ അവരുടെ അമ്മയോ സഹോദരിയോ ആണ്. ഓരോരുത്തരുടെയും ശാഠ്യത്തിനും വഴക്കിനും സ്നേഹത്തിനും രോക്ഷത്തിനും പരിഭവത്തിനും പിണക്കത്തിനും എല്ലാം നിഷ്പ്രയാസം ഒരു മറുപടി നൽകുവാൻ എനിക്ക് കഴിയും. എന്നാൽ ഇന്നേക്ക് 2 വർഷം കഴിഞ്ഞ് മാത്രമേ അർജുനനുമായി കൂടിച്ചേരുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് രാവിലെ ശുദ്ധസ്നാനം കഴിഞ്ഞ് വധുവേഷത്തിൽ അണിഞ്ഞൊരുങ്ങി കണ്ണാടിയുടെ മുൻപിൽ നിന്നപ്പോൾ
കണ്ണാടിയിൽ എൻ്റെ പ്രതിബിംബവും എൻ്റെ ഹൃദയത്തിൽ അർജുനൻ്റെ സൗമ്യ സുന്ദര രൂപവും നിഴലിച്ചു. ഞാൻ മുഗ്ധയായി തീർന്നു. ആത്മവിസ്തൃതിയിലാണ്. എൻ്റെ പ്രതിരൂപം കണ്ടല്ല, ഭാവനയിൽ കണ്ട അർജുനൻ്റെ രൂപം ഓർത്ത്. ഇന്നു തന്നെ അർജുനനെ മൊത്ത് മധുവിധു ആഘോഷിക്കണമെന്ന് എൻ്റെ മനസ്സ് കുതിക്കുന്നുണ്ടായിരുന്നു. രാവിലെ അർജുനൻ പതുക്കെ പറഞ്ഞു, രാത്രിയുടെ 3-ാം യാമത്തിൽ ഞാൻ കാത്തിരിക്കും. 1-ാം യാമത്തിൽ നിങ്ങളെ കിട്ടുമെന്നാണ് പ്രബലനായ ആഗ്രഹമുണ്ട്. പക്ഷേ വിധി എന്നെ സംതപ്തനാക്കുകയാണല്ലോ, മറ്റെന്തു ഭയം. ഞാൻ ലജ്ജുകൊണ്ട് ചുവന്നു. അർജുനൻ എന്തു പറഞ്ഞുകൊണ്ടാണ് എൻ്റെ മുഖത്തിന് നിറം മാറിയതെന്ന് അറിയുവാനുള്ള ആകാംക്ഷയോടെ ഭീമൻ എന്നെ നോക്കി. അപ്പോൾ തന്നെ കുറെ കൂടെ ഭക്ഷണം ആവശ്യപ്പെട്ടു. ഞാൻ വിളമ്പിക്കൊടുത്തു. അർജുനനും ഞാനുമായുള്ള രഹസ്യ സംഭാഷണം ഭീമന് സഹിച്ചില്ലെന്ന് തോന്നുന്നു. ഇനി ഭീമനും 1 വർഷം കാത്തിരിക്കട്ടെ. അദ്ദേഹത്തിന് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ വ്യവസ്ഥ പാലിക്കേണ്ടതുണ്ട്. പക്ഷേ അതിനുള്ള സഹിഷ്ണുത അദ്ദേഹത്തിനുണ്ടോ? എങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് എനിക്കൊരു ഉത്കണ്ഠയുമില്ല. വേണമെന്ന് തോന്നിയാൽ അദ്ദേഹം ആദ്യ ഭാര്യയായ ഹിഡിംബിയുടെ അടുത്തേക്ക് പോയിക്കൊള്ളും. നകുലനും സഹദേവനും വിനീതരും ശാന്തരുമാണ്. എല്ലാ കാര്യങ്ങളും അവർ സ്വാഭാവികമെന്ന രീതിയിൽ സ്വീകരിച്ചുകൊള്ളും. എന്നാൽ അർജുനൻ ഈ വ്യവസ്ഥ എങ്ങനെ സമ്മതിക്കും? എന്തായാലും ഇനിയിപ്പോൾ മറ്റൊന്നും ചെയ്യുവാനില്ല. എല്ലാവരുടെയും മുൻപിൽ വെച്ച് വ്യവസ്ഥ സമ്മതിച്ചതാണ്. യുധിഷ്ഠിരനെ അംഗീകരിച്ചു. ഗോവിന്ദൻ പരോക്ഷമായ ഇംഗിതവും ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് വ്യർത്ഥമാണ്. ഞാൻ ചിന്താമുക്തനെ. ഇനി 5 ഭർത്താക്കന്മാരോടും സന്തുലനം പാലിച്ചുകൊണ്ട് ജീവിക്കും.